എനിക്ക് ഡയനോട് എന്തിഷ്ടമാണെന്നോ. ഐ ലൈക്ക് വെരി മച്ച്. കൈയെടുക്കാൻ നീ ഇവിടെ നിന്ന് പോകണ്ട, നമുക്കിവിടെ സുഖിച്ച് ജീവിക്കാം. ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഇല്ല, എന്നെ വിട്. അനുസരിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ഇവിടെ അപ്പൊ കൊള്ളാമല്ലോ കക്ഷികള്. അയ്യോ, ഈ നാറ്റ കേസ് എന്നെ കൊണ്ട് കൈകൊണ്ടെടുക്കാൻ പയ്യ. ആ കാലയിലോട്ട് ഒന്നിട്ടേ. അല്ല സ്വാമി കിടക്കുന്നുണ്ടല്ലോ, കാലത്തെ സൂര്യ നമസ്കാരം ചെയ്യുന്നോണ്ടായിരിക്കും അല്ലേ? എന്തോ ഈ കാട് മുഴുവൻ നീ ചുറ്റിപ്പിച്ചിട്ട് ഒരു പുതിയ ചെടി പോലും കാണിച്ചിരുന്നില്ലല്ലോ. അല്ല പിന്നെ നീ എന്തോന്ന് ഗോവിന്ദനടാ. അല്ല, സ്വാമിയുടെ കൂടെ കാലത്ത് തുടങ്ങി ചുറ്റി കറങ്ങുന്നോണ്ട് എനിക്ക് ആകെ ഒന്ന് കാണാൻ പറ്റി. എന്റെ ചെറുപ്പകാലത്തെ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടോ നീ? അല്ല, അന്നത്തെ ചെറുനാരങ്ങ ഞാൻ എങ്ങനെ കാണാനാ? ഇന്നത്തെ തേങ്ങയുടെ വലിപ്പം വരും. അപ്പൊ കുഴഞ്ഞു പോവല്ലോ. അങ്ങനെ പിഴിയാൻ. അതൊക്കെ ഒരു കാലം. അത് ശരിയാ സ്വാമി. എന്റെ അച്ഛനൊരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ കാലിന് ഇത്രയും നീളവും ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു. എന്ത് മന്ത്. സ്വാമി അത്ര മോശമൊന്നുമല്ല. പുഴു അടിക്കാൻ. അപ്പോഴേ സ്വാമി എപ്പോഴാ പോണത്? ഗോവിന്ദൻ അറിയാം. അല്ല, എനിക്കറിയാമെങ്കിൽ പിന്നെ സ്വാമിയോട് ചോദിക്കൂ. നിനക്കറിയാ ഭഗവാൻ ഗോവിന്ദന് എല്ലാം ആ ജയപ്രകാശ് സാർ തീരുമാനിക്കുന്ന പോലെ നടക്കും. അപ്പോഴേ സ്വാമി കാശന്റെ ഒരു 10 രൂപയും ചെന്നേ. ചില്ലറ ഇല്ലല്ലോടാ. ഞാൻ മാറ്റിക്കൊണ്ടുവരാം. നോട്ടുമില്ല. ഇതിലും ഭേദം വല്ല ഭിക്ഷക്കാരോടും ചോദിക്കുകയായിരുന്നു. അയ്യോ, ഞാൻ തഴഞ്ഞതാ. തഴഞ്ഞതൊക്കെ എടുക്കുന്ന ഒരാളേ ഉള്ളൂ, വിഷ്ണു. എവിടെ കാണട്ടെ? കൈ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡൈസ് ഫോർ ആരെടുത്തു? ആവശ്യക്കാരെടുത്താണ്. കളിക്കാൻ നോക്ക്. ഇല്ല, കളിക്കുന്നില്ല. കൈ കാണിച്ചിട്ട് വച്ചാ മതി. എവിടെ നോക്കട്ടെ? നോക്കി തന്നെ കളിക്കുന്നത്. കൈവിട. കൈ നോക്കാൻ പാടില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. കള്ളക്കളി. കള്ളക്കളിക്കാരോട് കളിക്കാൻ ഞാനില്ല. മാലതി, എന്താ നിന്റെ തലവേദനയൊക്കെ മാറിയോ? എന്തൊരു തണുപ്പ്. എന്നാ പൊതിച്ചോ. ഇത് പൊതച്ചാ മാറുന്ന തണുപ്പൊന്നും അല്ല. പിന്നെ പിന്നെ താങ്ക് യു. ഞാൻ ഈ തീരെ തടിയുന്ന തിരമാലകളുടെ കഥയോർത്തിരുന്നു പോയതാ. ആന്റി സാഹിത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ശരി ആന്റി. മാലതി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഈ കുട്ടികളായിട്ട് ചുമ്മാ സൈറ്റ് സീയിങ്ങിന് പോയതാ. കുട്ടികളുമായി കറങ്ങാൻ എക്സ്കർഷന് വേണ്ടി വന്നതല്ല നമ്മളിവിടെ. ആ കുട്ടികളായിട്ട് സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നോ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം കൂടെ നോക്കണം. ഞാൻ നിന്റെ ഭർത്താവാണ്. അതെപ്പോഴും ഓർമ്മിപ്പിക്കണമെന്നുണ്ടോ? മാലതി, നമ്മുടെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല. ഇത്ര ഗൗരവക്കാരനെ എങ്ങനെ വളച്ചോന്നാ പലരും ചോദിക്കുന്നത്. മാലതി എന്ത് പറഞ്ഞു?
പുറമെ കരിവീട്ടിയാണെങ്കിലും ഉള്ളു റോസാപ്പൂ പോലെയാണെന്ന് എനിക്കല്ലേ അറിയൂ. മാലതി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വിഷ്ണു, വിഷ്ണു, ആദോ ഇവും നമ്മളെപ്പോലെ ഇത്ര സന്തോഷത്തോടെ ജീവിച്ചാണില്ല. ഒരുത്തനെ കൂടെ സൃഷ്ടിക്കാൻ ദൈവത്തിന് തോന്നായിരുന്നത് അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ കാണാമായിരുന്നു സ്റ്റാൻഡ്. ആദത്തിന് ഈവന് ഇല്ലായിരുന്നതും നമുക്ക് അല്പം ഉള്ളതുമായി ഒന്നുണ്ട്. എന്താന്ന് പറയാമോ? ബുദ്ധി അല്ല. സ്നേഹം അല്ലേ അല്ല. പിന്നെ തുണി. ഈ വിഷ്ണു ഈ ചിന്ത വിഷ്ണു, 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 എന്താ മോളെ? എന്താ മോളെ? എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ? എന്റെ വിഷ്ണുവിനെ കാണുന്നില്ല ആന്റി. അത്രേ ഉള്ളൂ. ഇപ്പൊ വരും. ഞങ്ങൾ രണ്ടുപേരുടെ കാട്ടി നടക്കുമായിരുന്നു. ഇപ്പൊ വിഷ്ണുവിനെ കാണുന്നില്ല. പ്ലീസ് ആന്റി, എന്റെ കൂടെ ഒന്ന് വരൂ. വിഷ്ണു എന്താ കൊച്ചുകുട്ടിയാ? എനിക്ക് എന്റെ വിഷ്ണു കൊച്ചുകുട്ടി തന്നെയാ. ഇത്ര വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? ജയേട്ടൻ അങ്ങനെ തോന്നിയിട്ടില്ലായിരിക്കും. പക്ഷേ എനിക്ക് ജയേട്ടൻ കൊച്ചുകുട്ടി തന്നെയാ. വിഷ്ണു, 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 എനിക്ക് വിഷ്ണു, 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 ഒരു പയ്യൻ ഇതുവഴി വന്നു. എന്റെ പക്കം താൻ പോണത്. എന്താ 5 ലിറ്റർ? பாக்கி தர வேண்டிய பணம் அப்பாவை நாளைக்கு கொடுக்க சொல்லு. ശരി അണ്ണാ. தீ தள்ளி வேடா. என்னடா பொம்பளை முஞ்சிய பாத்துக்கிட்டு? அண்ணா, சீக்கிரம் வாங்கண்ணா. என்ன காவேரி, என்னாச்சு? அண்ணா சீக்கிரம் வாங்கண்ணா, சீக்கிரம் வாங்கண்ணா, சீக்கிரம். ஐபியில வந்து பொம்பளைங்களை பையனையப்ப மானம் கெடுக்க பாக்குறான். அதுவா? எனக்கு வேற வேலை இருக்கு. அண்ணா சீக்கிரம் வா. இது பாரு காவேரி, பழனி அப்ப பெரிய யஸ்மானோட ஆளு. பெரிய யஸ்மா அந்த சாமினியோட ஆளு. அந்த அம்மா தான் எனக்கு கடவுள். அண்ணா, உங்க ஒரே ஒரு தங்கச்சி காவேரி கெஞ்சி கேக்குறேன், வாங்கண்ணா, அவங்கள காப்பாத்துங்க அண்ணா. காவேரி, உனக்கா நான் என் உயிரையும் கொடுக்க தயாரா இருக்கு. 10 பைசா சம்பாதிச்சு உன்னை ஒருத்தங்கிட்ட ஒப்படைச்சதாம்மா
எனக்கு மன நிம்மதி. அதுக்காகத்தான் இந்த வேலையெல்லாம் செஞ்சுட்டு இருக்கு. சம்பாதிங்க, நல்லா சம்பாதிங்க. நீங்க சம்பாதிச்சு வரும்போது என் மானத்தை யாராவது கெடுத்துட்டா? காவேரி, அவங்களை விட்டுற பாவோட அந்த பாவத்தை நாங்க ஏத்துக்கிறேன். நீ போனா. இந்த கருப்பையனோட இதயத்தில் கொஞ்சம் வெறுப்பு இருக்கிறா. அதுல அன்பு பாசம் நிறைய இருக்கு. அதுல உனக்கு சொன்ன புரியாது. இந்த கருப்பையன் நல்லவனுக்கு நல்லவனடா, தெரிஞ்சுக்கோ.